ഇന്ത്യ ന്യൂസിലൻഡ് കലാശപ്പോര് ഞായറാഴ്ചയാണ്. ഗീസ് പീറ്ററാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും ചേരുന്നത്. എത്രത്തോളം ആവശ്യകരമായിരുന്നു സെമി ഫൈനൽ എന്നുള്ള കാര്യം ഗീസ് പറയും. ഗീസ്, ഇപ്പോൾ സഞ്ജു സാംസൺ പ്രകടനം മോശമായിരുന്നപ്പോൾ സഞ്ജുവിനെ തള്ളിപ്പറഞ്ഞവരുണ്ട്, സഞ്ജുവിന് ഒരു മടങ്ങി വരവുണ്ടാകില്ല എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ എന്തൊരു തകർപ്പൻ പ്രകടനമായിരുന്നു സഞ്ജുവിന്റെ ആവേശം, അല്ലെങ്കിൽ സഞ്ജുവിന്റെ മത്സരത്തിലെ പ്രകടനം എത്രത്തോളം ഈ മത്സരത്തിൽ പ്രധാനമായി? സ്മൃതി, തീർച്ചയായിട്ടും സഞ്ജുവിന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിട്ടതാണ്. നമുക്കറിയാം, കഴിഞ്ഞ 10 കൊല്ലമായി സഞ്ജുവിന്റെ ഇന്നിങ്സുകളെ എണ്ണിപ്പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്നവരുണ്ടായിരുന്നു. അതിനുള്ള മറുപടി കൃത്യമായി ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ, ഈ കാലയളവിൽ സഞ്ജു നൽകുന്നുണ്ട്. ഈ വൺ ടൈം വണ്ടർ എന്ന വിമർശനമാണ് വെസ്റ്റ് ഇൻഡീസിനെതിരായ മത്സരത്തിൽ സഞ്ജുവിന്റെ 97 റൺസിന് വന്ന ഏറ്റവും വലിയ വിമർശനം. പക്ഷേ ആ വിമർശകർക്കുമുള്ള മറുപടി ഇതാ അടുത്ത മത്സരത്തിൽ, അതും സെമി ഫൈനലിൽ, ലോകകപ്പിന്റെ സെമി ഫൈനലിൽ ഇംഗ്ലണ്ട് പോലൊരു ശക്തമായ ടീമിനെതിരെ അടിച്ചുകൂട്ടുന്നു. 89 റൺസ്. അത് വളരെ നിർണായകമായ ഒരു ഇന്നിംഗ്സ് ആയിരുന്നു. ഒപ്പം തന്നെ T20 ലോകകപ്പിൽ ഏറ്റവും ഉയർന്ന സ്കോറാണ്, ടീം ടോട്ടലാണ് 253 റൺസ്. അതിൽ ഒരു നിർണായക പങ്ക് സഞ്ജുവിന് വഹിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ്. 8 ബൗണ്ടറിയും ഒപ്പം 7 സിക്സറും അടങ്ങുന്നതായിരുന്നു സഞ്ജു സാംസന്റെ ഇന്നിംഗ്സ്. വളരെ നിർണായകമായ ഇന്നിംഗ്സ് ആണ്. ഒപ്പം തന്നെ മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഇംഗ്ലീഷ് പടയും വലിയ രീതിയിൽ പൊരുതി നിന്നു. കേവലം 7 റൺസിന് മാത്രമാണ് 246 റൺസ് ഇംഗ്ലീഷ് പട അടിച്ചുകൂട്ടി. അപ്പോഴും വലിയ ഒരു പ്രതീക്ഷ, ആത്മവിശ്വാസം ഇംഗ്ലീഷ് ടീമിനുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിന് ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ്. എന്ത് തന്നെയായാലും സെമി ഫൈനലിലെ പോരാട്ടം അത് അത്യാവശ്യമായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ്. ഇനി വരുന്ന ഞായറാഴ്ച അഹമ്മദാബാദിൽ നടക്കുന്ന കലാശപ്പോരിൽ, ലോകകപ്പിന്റെ കുട്ടി ക്രിക്കറ്റിന്റെ ലോകകപ്പിൽ ഇന്ത്യ നേരിടുന്നത് കിവീസിനെയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ഫൈനൽ മത്സരം കൂടിയാണ്. കാരണം തുടർച്ചയായ രണ്ടാം ലോക കിരീടം അത് സ്വന്തമാക്കുവാൻ ആകുമോ എന്നതാണ് ഇന്ത്യൻ ക്യാമ്പ് ഉറ്റുനോക്കുന്നത്. ഒറ്റ കാര്യം കൂടി ഗീസ്, ഇപ്പോൾ സഞ്ജുവിന്റെ കാര്യത്തിൽ സഞ്ജുവിനെ സഹതാരങ്ങൾ അല്ലെങ്കിൽ ക്രിക്കറ്റിലെ മുതിർന്നവർ എങ്ങനെ അതിനോട് സഞ്ജുവിന്റെ പ്രകടനത്തോട് പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ തള്ളിക്കളഞ്ഞവരുടെ ഭാഗത്തു നിന്നും സഞ്ജുവിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ സഞ്ജുവിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ എത്രത്തോളം വന്നിരിക്കും? തീർച്ചയായിട്ടും ഇന്നലത്തെ മത്സരത്തിന് മുന്നോടിയായിട്ട് സഞ്ജു ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് ആർച്ചറിനെയാണ്. കാരണം സഞ്ജുവിനെ 2 തവണയാണ് ആർച്ചർ പുറത്താക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് ആർച്ചറിനെയാണ്. ഒപ്പം തന്നെ ഇംഗ്ലീഷ് പേസിൽ എത്രത്തോളം സഞ്ജുവിന് മികവ് കാണിക്കാനാകുമെന്ന വിമർശനങ്ങളൊക്കെ പല ഇന്ത്യൻ താരങ്ങളിൽ നിന്ന് പോലും, മുൻ താരങ്ങളിൽ നിന്ന് പോലും ഉണ്ടായിരുന്നു. എന്നാൽ അവർക്കുള്ള മറുപടിയാണ് സഞ്ജു നീ ആർച്ചറെങ്കിൽ ഞാൻ ആരാചാറാണ് എന്ന തരത്തിലുള്ള ടാഗ്ലൈനൊക്കെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോഴെല്ലാം അതിനെല്ലാം ഒരു ചെറു പുഞ്ചിരിയോടുകൂടി, അതിപ്പോൾ എത്ര സീനിയർ താരങ്ങളായാലും, ഇന്ത്യയിലെ തന്നെ താരങ്ങളായാൽ പോലും ശരി, കെവിൻ പീറ്റേഴ്സണൊക്കെ വലിയ വിമർശനങ്ങൾ ഒരു ഇടയ്ക്ക് ഉന്നയിച്ചിരുന്നു. അത് എത്രത്തോളം സഞ്ജുവിനെ തളർത്തും എന്നൊക്കെ പല ക്യാമ്പുകളിൽ നിന്നും പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. പക്ഷേ അതിനെല്ലാം ഒരു ചെറു പുഞ്ചിരിയോടുകൂടി, മലയാളികളുടെ പൊതു സ്വഭാവമാണല്ലോ വിമർശനങ്ങൾ എന്ത് തന്നെ ഉണ്ടായാലും ചെറിയ പുഞ്ചിരിയോടുകൂടി അതിനെ നേരിടുക എന്നത്, ആ മലയാളി തനിമ സഞ്ജു നിലനിർത്തിയതാണ്. നമ്മൾ ഇന്നലെ ഇന്നിംഗ്സിൽ ഉടനീളം നോക്കുകയാണെങ്കിൽ ഒരു ഭയപ്പാടോ ടെൻഷനോ ഇല്ലാതെ വളരെ കൂളായിട്ട് കളിക്കുന്ന സഞ്ജുവിനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത്. അതായത് എൻ്റെ ബാറ്റിൽ നിന്നും പിറക്കുന്നതെല്ലാം ബൗണ്ടറി കടക്കട്ടെ എന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് ബാറ്റ് വീശുന്ന സഞ്ജുവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. അതുതന്നെയാണ് ആ വിമർശനങ്ങൾക്കുള്ള മറുപടി എന്നതും. കാരണം ചെറു പുഞ്ചിരിയോടുകൂടി എല്ലാത്തിനെയും നേരിടാൻ കഴിയും എന്ന് സഞ്ജു ഒന്നുകൂടി തെളിയിക്കുകയാണ്. സ്മൃതി സൂചിപ്പിച്ചതുപോലെ പല വിമർശനങ്ങൾക്കുള്ള മറുപടിയാണ്. വിമർശനങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ഇന്ത്യൻ ക്യാമ്പിൽ നിന്നുണ്ടായിരുന്നു, ഒപ്പം തന്നെ മുൻ താരങ്ങളിൽ നിന്നുണ്ട്, വലിയ സീനിയർ താരങ്ങളിൽ നിന്നുണ്ടായി, ഒപ്പം കെവിൻ പീറ്റേഴ്സൺ അടക്കമുള്ള ഖ്യാതി ഉള്ള താരങ്ങളിൽ നിന്നും വരുമ്പോൾ അതിനെല്ലാം ചെറിയ ഒരു മറുപടി, ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടിയുള്ള മറുപടിയാണ് സഞ്ജുവിന്റെ ഇന്നിങ്സ്. എന്ത് തന്നെയായാലും അടുത്ത മത്സരം അത് ഫൈനലാണ്, സ്വാഭാവികമായിട്ടും നിർണായകമാണ്. ശക്തരായ ന്യൂസിലൻഡാണ് എതിരാളികൾ. എഴുതിത്തള്ളാൻ കഴിയുന്ന മത്സരമല്ല. പക്ഷേ ആത്മവിശ്വാസത്തോടുകൂടി ഇന്ത്യൻ ക്യാമ്പ് ഇറങ്ങും. അതിലുപരി സഞ്ജു മികച്ച ഫോം തുടരുന്നത് ഇന്ത്യൻ ക്യാമ്പിന് വലിയ പ്രതീക്ഷ. ആത്മവിശ്വാസവും പ്രതീക്ഷയുമാണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്.